ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു പ്ലീസ് അറ്റൻഷൻ ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വോയിസസ് ഇൻ യൂണിസണിലെ ഹൂ ഫ്ലൈസ് ദി കൈറ്റ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? ഹാവ് യു എവർ ട്രൈ ടു ഫ്ലൈ എ കൈറ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും, കൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടമാണല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്തിയിട്ടുണ്ടോ? വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് അല്ലെങ്കിൽ ശരിക്കും ഒരു പട്ടം പറക്കുന്നത്? ഈസ് ദി വിൻഡ് ഓർ ദി വിങ്സ് ഓർ ദി സ്ട്രിങ് ഓർ ദി പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്? ഈസ് ദി വിൻഡ്, കാറ്റിലാണോ? അല്ലെങ്കിലോ ഓർ ദി വിങ്സ്, അല്ലെങ്കിൽ അതിൻ്റെ വിങ്സ് എന്ന് പറഞ്ഞാൽ ചിറകുകൾ കൊണ്ടാണോ അത് പറക്കുന്നത്? അല്ലെങ്കിലോ ഓ ദി സ്ട്രിങ്, അതിലിങ്ങനെ തൂക്കിയിടുന്ന നൂലുകളുണ്ടല്ലോ, സ്ട്രിങ്സ് കൊണ്ടാണോ അത് പറക്കുന്നത്? ഓ ദി പേഴ്സൺ ഹൂ ഫ്ലൈസ് ഇറ്റ്, അല്ലെങ്കിൽ ഒരാൾ അത് പറത്തുന്നത് കൊണ്ടാണോ? എങ്ങനെയാണ് പട്ടം ശരിക്കും പറക്കുന്നത്? റീഡ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട്. നിങ്ങൾ ഈ കഥ വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹൂ ഫ്ലൈസ് ദി കൈറ്റ് ഒരു ചോദ്യമാണല്ലേ, നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. അപ്പം നമ്മൾ അതിനുള്ള ഉത്തരം എന്ത് ചെയ്യണം? ഈ സ്റ്റോറി വായിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തണം. ഹൂ ഫ്ലൈസ് ദി കൈറ്റ്, ആരാണ് പട്ടം പറത്തുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? മനോഹരമായ ഒരു പട്ടം അവിടെ പറക്കുന്നുണ്ട് അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓൺ എ പ്ലസന്റ് ഡേ ദ മേയർ ഓഫ് ദി ടൗൺ സ്ട്രോൾഡ് ത്രൂ ദി പാർക്ക്. His eyes widened as he saw a boy flying a big colorful kite. The kite soared high, dancing in the breeze. എന്താ പറയുന്നത്? ഓൺ എ പ്ലസന്റ് ഡേ, ഒരു നല്ലൊരു ദിവസം അല്ലേ, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ദിവസം. ദ മേയർ ഓഫ് ദി ടൗൺ സ്ട്രോൾഡ് ത്രൂ ദി പാർക്ക്. ദ മേയർ ഓഫ് ദി ടൗൺ, ടൗണിലെ മേയർ. സ്ട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉലാത്തി നടക്കുക, വെറുതെ അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കില്ല, അതിനാണ്. സ്ട്രോൾഡ് ദ ത്രൂ ദി പാർക്ക്, പാർക്കിലൂടെ ഇങ്ങനെ ഉലാത്തുമായിരുന്നു. ഹിസ് ഐസ് വൈഡൻഡ് ആസ് ഹി സോ എ ബോയ് ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്. ഹിസ് ഐസ് വൈഡൻഡ് ആസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്താണ്? വൈഡൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറക്കുകയാണ്, ഇങ്ങനെ തുറച്ച് നോക്കുക. വൈഡൻഡ് ഓപ്പൺ ആവും, നല്ലോണം ഓപ്പൺ ആവുക. നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് തുറന്നു നോക്കുന്ന പോലെ. വൈഡൻഡ് ആസ് എന്ത് കണ്ടിട്ടാണ്? ഹി സോ എ ബോയ്, മേയർ എന്ത് കണ്ടു? ഒരു ആൺകുട്ടിയെ കണ്ടു അല്ലേ. എന്താ ചെയ്യുന്നത്? ഫ്ലൈയിങ് എ ബിഗ് കളർഫുൾ കൈറ്റ്, ഒരു വലിയ കളർഫുൾ ആയിട്ടുള്ള ഒരു പട്ടം പറത്തുന്ന ഒരു ആൺകുട്ടിയെ കണ്ടിട്ട് മേയറുടെ കണ്ണ് എന്താണ്? നല്ലോണം തുറന്ന് ഇങ്ങനെ നോക്കുകയാണ്. ദ കൈറ്റ് സോഡ് ഹൈ, ഡാൻസിങ് ഇൻ ദി ബ്രീസ്. ദ കൈറ്റ് സോഡ് ഹൈ എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? പട്ടം പറക്കുന്നത്. ഡാൻസിങ് ഇൻ ദി ബ്രീസ്, കാറ്റിനനുസരിച്ച് അതിങ്ങനെ ഡാൻസും ചെയ്യുന്നുണ്ട്. ഇനിയോ, വാവ്, ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. വാവ്, അത് കണ്ടില്ലേ, കുട്ടി പട്ടം പറത്തുന്നത് കണ്ടിട്ട് മേയർ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വാവ് എന്ന് പറയണം, അത്ഭുതത്തോട് കൂടിയിട്ട്. ഹൂ മെയ്ഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ആരാണ് ആ പട്ടം ഇത്ര ഉയരത്തിൽ പറത്തുന്നത്? ദ മേയർ വാസ് ക്യൂരിയസ്. എന്താണ്? മേയർ ഭയങ്കര ക്യൂരിയസ് ആയില്ലേ, അത്ഭുതപ്പെടുകയാണ്. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. ഐ ഡിഡ് മിസ്റ്റർ മേയർ. ദ ബോയ് റിപ്ലൈഡ് വിത്ത് പ്രൈഡ്. അപ്പോൾ അദ്ദേഹം ആരാണ് ആ പട്ടം പറത്തുന്നത് എന്നൊക്കെ ചോദിച്ചപ്പം ആൺകുട്ടി റിപ്ലൈ ചെയ്യാണ്, മറുപടി പറയാണ്. പ്രൈഡ് അല്ലേ, അഭിമാനത്തോടു കൂടി പറയണം. ഐ ഡിഡ് മിസ്റ്റർ മേയർ, ഞാനാണ് മേയർ, അല്ലെങ്കിൽ ഞാനാണ് പട്ടം പറത്തുന്നത് എന്ന് പറയാണ്. ഐ മെയ്ഡ് ദ കൈറ്റ് മൈ സെൽഫ്, ഞാനാണ് ഈ പട്ടം ഉണ്ടാക്കിയത്. ഐ പെയിൻറ്റഡ് ഇറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്, ഞാനാണ് ഇതിൽ പെയിൻറ് ചെയ്തത്, അത് ഞാൻ തന്നെയാണ് ഇത് പറത്തുന്നതും. ദെൻ ദ വിൻഡ് വിസ്പേർഡ് സോഫ്റ്റ്ലി, നോ ഇറ്റ്സ് മീ. ആ സമയത്തോ ദെൻ ദ വിൻഡ് എന്ന് പറഞ്ഞാൽ കാറ്റില്ലേ, വിസ്പേർഡ് സോഫ്റ്റ്ലി എന്ന് പറഞ്ഞാൽ മെല്ലെ ഇങ്ങനെ പറയാം. വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറുമുറുക്ക് പിറുപിറുത്ത് പറയുക എന്നുള്ളതിനൊക്കെയാണ് വിസ്പർ എന്ന് പറയുക. സോഫ്റ്റ്ലി, മൃദുവായിട്ട് ഇങ്ങനെ പറയുകയാണ്. നോ ഇറ്റ്സ് മീ, അവനല്ല ഞാനാണ്. നോ ഇറ്റ്സ് മീ, ഞാനാണ് പറത്തുന്നത്. ഐ ലിഫ്റ്റ് ദി കൈറ്റ് ഹൈ ഇൻ ടു ദി സ്കൈ. വിത്തൗട്ട് മീ ഇറ്റ് വുൾ ഫോൾ ടു ദി ഗ്രൗണ്ട്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദി സ്കൈ, ഞാനാണ് ഈ ഒരു പട്ടത്തിന് എന്ത് ചെയ്യുന്നത്? ഉയരത്തിലേക്ക് പറത്താൻ സഹായിക്കുന്നത്. വിത്തൗട്ട് മീ, ഞാനില്ലെങ്കിൽ ഇറ്റ് വുഡ് ഫോൾ ടു ദി ഗ്രൗണ്ട്, പട്ട എന്ത് ചെയ്യും? ഫോൾ ടു ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ താഴേക്ക് വീഴും. The kite's tail fluttered and said, wait, I keep the kite steady. Without me, it would crash and break. The kite's tail fluttered and said എന്ന് പറഞ്ഞാൽ കൈറ്റിൻ്റെ ആ ഒരു പട്ടത്തിൻ്റെ ടെയിൽ, വാല് ഫ്ലറ്റേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആടി ഉലയുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വാലിങ്ങനെ ഇളക്കിക്കൊണ്ട് ഫ്ലറ്റേഡ് ആൻഡ് സെഡ്, ഇളക്കിക്കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. വെയിറ്റ്, നിൽക്കൂ, ഞാനുമുണ്ട്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി, ഞാനാണ് ഈ പട്ടത്തിനെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നത്. വിത്തൗട്ട് മീ ഇറ്റ് വുൾഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക്, ഞാനില്ലെങ്കിൽ ഇറ്റ് വുൾഡ് ക്രാഷ് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൊട്ടി താഴെ വീഴും.
ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവരി വൺ ആൻഡ് സെഡ്. ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ആ പട്ടം നമ്മൾ പറത്തുന്നത് നൂലിലാണല്ലേ, ആ ഒരു ചരട് അല്ലെങ്കിൽ ആ ഒരു നൂലിനെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ദ സ്ട്രിങ് ലുക്ക്ഡ് അറ്റ് എവരി വൺ ആൻഡ് സെഡ്. എല്ലാവരെയും നോക്കിക്കൊണ്ട് സ്ട്രിങ് പറയാണ്, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ. ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുന്നത്. ഐ മേക്ക് ഇറ്റ് സോർ ഹൈ. ഞാനാണ് ഇതിനെ വളരെ ഉയരത്തിൽ പറക്കാൻ സഹായിക്കുന്നത്. ഐ ഗൈഡ് ഇറ്റ് ആസ് ഇറ്റ് മൂവ്സ് ത്രൂ ദി സ്കൈ. ഞാനാണ് പട്ടം ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിനെ ഗൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ പട്ടം എങ്ങനെയാണ് ഉയരത്തിലേക്ക് പറക്കുന്നത് എന്നൊക്കെ സ്ട്രിങ്ങും ചോദിച്ചു. ദ മേയർ ലിസൺഡ് കെയർഫുള്ളി ടു എവരി വൺ. മേയർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ, അപ്പം മേയർ ലിസൺഡ് ശ്രദ്ധിക്കുകയാണ്, കെയർഫുള്ളി ടു എവരി വൺ എല്ലാവരും പറയുന്നത് മേയർ ശ്രദ്ധിക്കുകയാണ്. ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി. എന്നിട്ട് ചിന്തിച്ചുകൊണ്ട് ആക്കങ്ങനെ കേട്ടിട്ട് മേയർ പറയാണ്, സോ ഹൂ റിയലി ഫ്ലൈസ് ദി കൈറ്റ്. അപ്പോൾ ആരാണ് ശരിക്കും ഈ പട്ടം പറത്തുന്നത്? സോ ഹൂ റിയലി ഫ്ലൈസ് ദി കൈറ്റ് അല്ലേ. അതൊക്കെ കേട്ടിട്ട് മേയർ ചോദിക്കുകയാണ്, ആരാണ് ശരിക്കും പട്ടം പറത്തുന്നത്? ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി, വി ഓൾ ഡു ഇറ്റ്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് അവർ എഫേർട്സ്. ദേ ഓൾ പോസ്ഡ് ടു തിങ്ക്. അപ്പം മേയർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അല്ലേ, ആരാണ് ശരിക്കും പട്ടം പറത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാവരും ഞാനാണ് പറക്കാൻ സഹായിക്കുന്നത്, ഞാനില്ലെങ്കിൽ പൊട്ടി വീഴുന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്നല്ലേ. സ്ട്രിങ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു നിമിഷം എന്ത് ചെയ്തു, ഓൾ പോസ്റ്റ് എല്ലാവരും പറയുന്നതൊക്കെ നിർത്തി വെച്ചിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ശരിക്കും ആരാ പറത്തുന്നത് അല്ലേ. ദെൻ ദ ബോയ് സെഡ് ജെന്റ്ലി. ആ സമയം എന്ത് ചെയ്തു, ആൺകുട്ടി പറയാണ്, ബോയ് സെഡ് ജെന്റ്ലി, വി ഓൾ ഡു ഇറ്റ്. നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട്. ദ കൈറ്റ് ഫ്ലൈസ് ബിക്കോസ് അവർ എഫേർട്സ്. ഈ ഒരു പട്ടം പറക്കാനുള്ള കാരണം എന്താണ്? ബിക്കോസ് അവർ എഫേർട്സ്. നമ്മളുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ടാണ് അല്ലേ, എഫേർട്ട് കൊണ്ടാണ് ഈ പട്ടം പറക്കുന്നത് എന്ന് ആ ബോയ് പറയുകയാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. അതിന് മുന്നേ ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറൊക്കെ എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. സന്ദർഭത്തിനനുസരിച്ചിട്ട് അവിടെ ഓരോ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. ദ വിൻഡ് എഗ്രീഡ്. അപ്പം ആ കുട്ടി പറഞ്ഞു അല്ലേ, എന്താണ് നമ്മളെല്ലാവരുടെയും അതുകൊണ്ടാണ് പട്ടം പറക്കുന്നത്, നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തതുകൊണ്ടാണ് പട്ടം പറക്കുന്നത് എന്ന് ആ ഒരു ബോയ് മറുപടി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം അത് കേട്ടപ്പോഴോ, ദ വിൻഡ് എഗ്രീഡ് ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. ദ വിൻഡ് കാറ്റ് അതിനോട് യോജിച്ചു, എഗ്രി ചെയ്തു. ആൻഡ് ദ ടെയിൽ നോഡഡ് ടു. അപ്പോൾ ടെയിലോ പട്ടത്തിൻ്റെ വാൽ എന്ത് ചെയ്തു, ടെയിൽ നോഡഡ് ടു, അത് അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തു, തലയാട്ടി. ദ സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രീഡ്. ദ സ്ട്രിങ് ചരടിലെ ആ നൂലോ അതും എന്ത് ചെയ്തു, സ്മൈൽ ചിരിച്ചുകൊണ്ട് അതിനോട് എഗ്രി ചെയ്തു, യോജിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദി എയർ. ഇതൊക്കെ കൊണ്ട് സ്റ്റാർട്ടഡ് ഡാൻസിങ് ഇൻ ദി എയർ. എന്ത് ചെയ്തു, കൈറ്റ് എന്ത് ചെയ്തു, ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, എയറിൽ ഡാൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദ മേയർ സ്മൈൽഡ് വാംലി. മേയർ എന്ത് ചെയ്തു, ഒന്ന് ചിരിച്ചു, വാംലി അല്ലേ, സ്മൈൽഡ് വാംലി, ചിരിച്ചു. എന്നിട്ടോ, യു ആർ റൈറ്റ്, നിങ്ങളാണ് ശരി. ടുഗദർ യു മേക്ക് ദി കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി. യു ആർ ദി റൈറ്റ്, നിങ്ങളാണ് ശരി. ടുഗദർ, നിങ്ങൾ ഒരുമിച്ച്. യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി, നിങ്ങൾ ഒരുമിച്ചുള്ളത് കൊണ്ടാണ് മേക്ക് ദി കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുള്ളി, പട്ടം എന്ത് ചെയ്യുന്നത്, മനോഹരമായിട്ട് പറക്കുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഇപ്പോൾ ഇതെന്താണ് ദിസ് കൈറ്റ്, ഈ ഒരു പട്ടം എന്ന് പറയുന്നത് ഈസ് എ സിംബൽ, ഇതൊരു സിംബലാണ്, ഒരു പ്രതീകമാണ്. എന്തിൻ്റെ, ഓഫ് യൂണിറ്റി, ഐക്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എഫേർട്ട് കൊണ്ടാണ് ഈ ഒരു പട്ടം മനോഹരമായിട്ട് ആകാശത്ത് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ എയറിൽ എന്ത് ചെയ്യുന്നത്, പറക്കുന്നത് അല്ലേ, ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ദിസ് കൈറ്റ് ഈസ് എ സിംബൽ ഓഫ് യൂണിറ്റി. ഈ ഒരു പട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ അല്ലേ യൂണിറ്റി, ഐക്യത്തിൻ്റെ പ്രതീകമാണ്, സിംബലാണ്. ഇഫ് ദ വർക്ക് ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്. ഇഫ് വി വർക്ക് ടുഗദർ എന്താണ് പറയുന്നത്, ഇഫ് അതായത് വി വർക്ക് ടുഗദർ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, വി ക്യാൻ അച്ചീവ് എനിത്തിങ്, നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് എന്ത് കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്ന് മേയർ പറഞ്ഞു അല്ലേ. എവരി വൺ സ്മൈൽഡ്. എല്ലാവരും ചിരിക്കുകയാണ്, സ്മൈൽഡ്, ചിരിച്ചു. ടുഗദർ വി ഫ്ലൈ ദി കൈറ്റ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഈ ഒരു ടുഗദർ വി ഫ്ലൈ ദി കൈറ്റ്, നമുക്ക് ഒരുമിച്ച് പട്ടം പറത്താം. ദേ ഷൗട്ടഡ് ചിയർഫുള്ളി. എല്ലാവരും സന്തോഷത്തോടു കൂടിയിട്ട് വിളിച്ച് പറയുകയാണല്ലേ, നമുക്ക് ഒരുമിച്ച് പട്ടം പറത്താം. അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് പട്ടം പറത്തുന്നത് അല്ലേ. ദ കൈറ്റ് കണ്ടിന്യൂഡ് ടു സോർ ഹൈ ഇൻ ദി സ്കൈ. ദ കൈറ്റ് കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ തുടർന്നു അല്ലേ. പട്ടം എന്ത് ചെയ്തു, സോ ഹൈ ഇൻ ദി സ്കൈ, ആകാശത്തിൽ അല്ലേ, സ്കൈയിൽ ആകാശത്ത് വളരെ ഉയരത്തിൽ പട്ടം എന്ത് ചെയ്തു, പറക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. മിക്കായൽ റോഗേഴ്സ് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. അപ്പം പട്ടം പറത്തുന്നത് ആരാണെന്നുള്ള ഉത്തരം ഇപ്പോൾ കഥ വായിച്ചപ്പോൾ കിട്ടിയല്ലോ. നമ്മളുടെ സ്റ്റോറി ചോദിക്കുന്നതിന് മുന്നേ
പറഞ്ഞിരുന്നു. ആരാണ് ശരിക്കും പട്ടം പറത്തുന്നത്? വിങ്സ് ആണോ, കാറ്റാണോ, അല്ലെങ്കിൽ എന്താണ്? അത് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണോ? അപ്പോൾ എന്താണ് ഇവിടെ? എല്ലാവരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് പട്ടം പറക്കുന്നത് എന്നുള്ള ഉത്തരം കിട്ടിയല്ലോ. എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമം കൊണ്ടാണ് ഒരു പട്ടം മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നത്? ആകാശത്ത് പാറി നടക്കുന്നത്. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഒരു സ്റ്റോറി നല്ലോണം മനസ്സിലാക്കി പഠിക്കണം, വായിക്കണം, ആശയങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ സ്വയം നിങ്ങൾ എഴുതി നോക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.